കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി ഒരു അടിപൊളി സ്കിറ്റ് നമുക്ക് കണ്ടാലോ? അപ്പൊ സ്കിറ്റിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സെൽവരാജേട്ടൻ, ശ്യാം കടക്കാവൂർ ചേട്ടൻ ആൻഡ് മനു കുമാരി. ഇതൈറ്റം വേറെ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ സാറേ 6 മാസം മുമ്പ് സാർ സസ്പെൻഷൻ ആയതാ. നാളെ തിരിച്ച് ഡ്യൂട്ടി കയറുന്നതാ. ഇപ്പൊ തന്നെ വേണോ സാർ ഇത്? 6 മാസത്തെ എന്റെ ഉറക്കം കളഞ്ഞവനാണ് ആ കിടക്കുന്നത്. 6 മാസം എന്നിട്ട് അവനൊരു ഉറക്കമില്ലല്ലോ. സാർ എന്നെ വിരട്ടി കൊണ്ടാണ് ഞാൻ വീട് കാണിച്ചിരുന്നത്. എന്താണ് സാറേ കേസ്? കേസ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ പാളത്തിൽ കിടന്ന മെറ്റിൽ പറയിക്കൊണ്ടുവന്ന് പട്ടിക്ക് കൂട് വാർത്തേക്കുന്നു. ഇത് നിസ്സാര കേസാണ്. പട്ടിക്ക് കൂട് വാർത്തേക്കുന്ന ഇത് ചോദ്യം ചെയ്തിട്ട് എനിക്കെതിരെ കേസ് പറഞ്ഞ് എന്നെ സസ്പെൻഷനിലാക്കിയിരിക്കുന്നു. ചോദിക്കണ്ടേ? പിന്നെ ചോദിക്കണം. അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് വീട് വെച്ച വീട് ഇത് തന്നെ. വീട് തന്നെ കറക്റ്റ്. എനിക്കറിയാലോ കാര്യം. ഞാൻ വിളിക്കാം. വിളി 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 വിളി. രാത്രി വീട്ടിൽ കയറിയിട്ട് സാറ് വിളിക്കുന്നത് ആരാന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറി? ഞാൻ എന്തിനാ ആലോചിച്ചത്? മനുഷ്യൻ മര്യാദക്ക് TV കണ്ടോണ്ടിരുന്നപ്പോഴേ. അയ്യടാ സാറ് നമ്മൾ ആലോചിച്ച് നോക്കാൻ. എന്നെ പറ്റി പറഞ്ഞു ആരാന്ന്, ഞാൻ ആരാന്ന് പറഞ്ഞു. ഈ സാർ ആരെന്നറിയാമോ? ആര്? മന്ത്രി വന്നാ പോലെ എഴുന്നേക്കാത്ത ആളാണത്. അതിന്റെ അസുഖം ഉണ്ടോ? സാറേ ഇവൻ പറയുന്നേ സാറിന് ഭയങ്കരമായ ഒരു അസുഖം ഉണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ മന്ത്രി വരും മേടിക്കും. ഞാൻ പറഞ്ഞു അല്ലല്ല പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആരാന്ന് അറിയണം. നീ ആരാടാ? ഞാൻ ആരാന്ന് അറിയണം. എനിക്കറിയണം. ഞാൻ ആരാന്ന് അറിയണം. എനിക്കറിയണം. നീ വീട്ടിൽ കയറി വന്ന് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ലേ. ഞാൻ ആരാന്ന് അറിയണം. ആരാണെന്ന് അറിയണം. പിന്നെ ആരാണെന്ന് പറഞ്ഞു. നീ ഞാൻ ആരാന്ന് അറിയണല്ലേ. ഞാൻ ആരാന്നാ പറയട്ടെ. ഞാൻ കൊല്ലം KR പ്രസാദിന്റെ ബാലയല്ല, ദിനോസർ. ഞാൻ ദിനോസർ. കാരണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ വീട്ടിൽ കയറി വന്ന് TV പൊട്ടിച്ചിട്ട് സ്വഭാവം കറിഞ്ഞു കൊടുത്തിട്ട് പോലീസ് എന്നാ. അതായത് വീട്ടില് കയറി വന്ന് TV ഒക്കെ പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ സസ്പെൻഷൻ ഇല്ല. എനിക്ക് ഞാൻ സ്വന്തം തന്നെ പോലും പതിക്കാത്തവരാ. എന്റെ വീട്ടിൽ വന്നിട്ട് TV അറിഞ്ഞ് പൊട്ടിക്കാന്ന് പറഞ്ഞാ നാളെ ഡ്യൂട്ടി കയറും സാറ്. പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വന്ന് TV ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമാണല്ലോ. എനിക്കിപ്പോഴും കാര്യം എന്താണെന്നുള്ള മനസ്സിലായിട്ടില്ല. എടാ ഇന്ത്യൻ റെയിൽവേ പാളത്തിൽ കിടന്ന മെറ്റില് പറയിക്കൊണ്ടുവന്ന് എടാ പട്ടിക്ക് കൂട് പണിയേണ്ട കാര്യം എന്തോന്നാ? എന്തിനാ നീ എന്നിട്ട് കാര്യം എന്തോന്നാ? നിങ്ങൾ എന്തോ ഇന്ത്യൻ റെയിൽവേ മെറ്റിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞൂടെ? സാറേ എവന് ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞു. എടാ നിനക്ക് ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞൂടാ? എടാ എവനായി ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞു. നിനക്ക് ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ഞാൻ കേട്ടോ. ഇതാണ് ഇന്ത്യൻ റെയിൽവേ. അറിയാമോ? വന്ദേ ഭാരത്. ഞാൻ അതൊന്നും അല്ല പറഞ്ഞു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ആരാണ് നിങ്ങള്? നിനക്ക് ഈ സെൻട്രേസി തലയിലടിച്ചപ്പോ തണുത്താളെ നിനക്ക് എന്താ കാണിക്കുന്നത്? അല്ല ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ലെന്നൊന്നും. എടാ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനാണ് കേസ് എന്ന് പറഞ്ഞത്. ഞാൻ സസ്പെൻഷനിലായത്. അച്ഛനെ വിളിയടാ. ഏതച്ഛൻ? നിന്റെ അച്ഛൻ സതീശൻ. സതീശനാ? എന്റെ അച്ഛനാ? എന്റെ അച്ഛന്റെ പേര് രാജു. ആര് പറഞ്ഞു എന്റെ അച്ഛന്റെ പേര് സതീശനാന്ന്? വീട് മാറി. ആരാ പറഞ്ഞു? രാജു 5 വർഷം മുമ്പേ മരിച്ചുപോയി. കിടക്ക് എപ്പോഴാണെന്ന് മെറ്റിൽ വിറക്കി കൊണ്ടുപോയി. സ്വന്തമായിട്ട് വീട് പോലും കൊണ്ടുവച്ചിട്ട് അതിന്റെ മെറ്റിൽ വിറക്കാന്ന് പറഞ്ഞു. റെയിൽവേ കയറി ഒരു ചായ പോലും കുടിക്കാത്ത എന്റെ അച്ഛൻ. ഇവനല്ലേ പറഞ്ഞ? ഇവനാ? ഇവനേതാണ്? എനിക്കറിഞ്ഞൂടി ഇവനേതാണ്. ഞാൻ ഇവനെ കണ്ടിട്ട് പോലും ഇല്ല. ഉദ്ദേശം എന്തോന്നായിരുന്നു? മനസ്സിലായില്ല അല്ലേ? ഇല്ല. 6 മാസം മുമ്പ് എന്റെ കല്യാണമായിരുന്നു. എന്റെ ഭാര്യയാണെങ്കിൽ മാൾട്ടയിൽ ആദ്യ രാത്രി പോയതാണ്. മാൾട്ടയിൽ അവള് പറഞ്ഞു എനിക്ക് വിസ അയച്ചു തരാന്ന് പറഞ്ഞു. ഞാനൊരു പാസ്പോർട്ട് സാറിന്റെ അടുത്ത് വന്നായിരുന്നു. അപ്പൊ സാറ് ചെറിയൊരു കേസിന് വേണ്ടി എന്റെ പാസ്പോർട്ട് റദ്ദാക്കി. അന്നേ ഞാൻ ഓങ്ങി വെച്ച സാറിന് ഒരു പണി തരണമെന്ന്.
ആഹാ. സെക്ഷൻ പിടികിട്ടി. ഏത് സെക്ഷൻ? ഞാൻ 269 കൊതിക്കറിവ് അല്ലേ? സാറേ ഭാര്യ മാൾട്ടയിലും നീ ഇവിടെ. ആ സാറ് എന്റെ ദാമ്പത്യം സാർ ഇല്ലാതാക്കി അറിയാം. സാറേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവന്റെ ഭാര്യ മാട്ടയന് എന്റെ വീട്ടിൽ വന്ന് ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കേണ്ട കാര്യം ഉണ്ടോ? നോക്കി കല്യാണം കഴിക്കണായിരുന്നു. മാട്ടെ നീ പ്രൊഫഷണലി പോയി കല്യാണം കഴിക്കണം. മാട്ടെ കെട്ടിട്ട് എന്റെ വീട്ടിൽ വന്ന് ടി വി കിട്ടുണ്ടാക്കാൻ എന്റെ ഭാര്യ മാട്ടെ നല്ല പോടാ വെളിവില്ലാത്തവരെ. അല്ലെ ഭാര്യ മാട്ടെ കൊണ്ട് വന്നിരിക്കുന്നത് ഒരു മാട്ട പ്രവർത്തനമല്ലാണ് നീ ഇവിടെ വന്ന് കാണിച്ചത്. ആ, ഇതെല്ലാം നാളെ റെഡിയായി കൊടുക്കണം കേട്ടോ. നാളെ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വന്നേ. എവിടെ പോകണല്ലേ? എവിടെ പോണു? സാർ എവിടെ പോണു? സാർ എവിടെ പോണു? സാറ് IPC സെക്ഷൻ 53/16 ഭവന ഭേദനം, IPC 556/42 ഗുണ്ടായിസം. അറിയാമോ സാർ എവിടെ പോയി നിൽക്കുമെന്ന് അറിയാമോ? IPC 556/4 വീട് കയറി അക്രമം. അടുത്ത ബാർ എവിടെ ഉണ്ട്? ആ വളവിലുണ്ട്. ഒരെണ്ണം പോയിരുന്ന് അടിച്ചാലോ നമുക്ക് രണ്ടെണ്ണം. നിപ്പനാണെങ്കിൽ ഒക്കെ ഇരിക്കാൻ സമയം. ഞാൻ കൂച്ചാൻ പറയാണ്, ഇയാളെ പെടുത്താൻ കൊണ്ടുവന്നതാണ് ഞാൻ. എടാ, കേരള പോലീസൊക്കെ നിനക്ക് കളിപ്പിള്ളാളല്ല രണ്ടെണ്ണം. ഞാൻ കാര്യം പറഞ്ഞേക്കാം. മര്യാദക്ക് രണ്ടെണ്ണം സ്റ്റേഷനിൽ വന്നേക്കണം. ചിരട്ടയെ അടിച്ചു പൊട്ടി, ചിരട്ടയെ അടിച്ചു. വേണ്ട വേണ്ട, കുഴപ്പമൊന്നുമില്ല. അവന്റെ അല്ലേ പിന്നെ? നിങ്ങടെ വല്ലവനും പറയണ കേട്ടോണ്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ഈ ആക്രമണങ്ങൾ കാണിക്കേണ്ടത് നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? വല്ല കാര്യം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുവാണ്, നിങ്ങൾ ഇവിടെ കാണിച്ചതിന് നിങ്ങളെ ഞാൻ കോടതി കയറ്റി. കോടതി? പിന്നെ ഏത് കോടതി? ഏത് കോടതി? ആര് തെളിവെന്തായിരിക്കുന്നത്? CCTV കണ്ട? CCTV മൊത്തം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. എല്ലാം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നെ നിങ്ങൾ പെടുത്താൻ നോക്കല്ലേ? ഒരു സെക്കൻഡ്. സാധാരണ അവര് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ വേട്ടാവളിയെങ്കിലും കൂട് വെക്കണേ. അതല്ലെങ്കിലും അങ്ങനെയാണ്. എന്റെ കാര്യം വരുമ്പോ ഒരു വേട്ടാവളിയും കാണൂല. പ്രിയപ്പെട്ടവരെ, എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ TV സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. താണ്ടെ ഈ നിൽക്കുന്ന സാറ്, താണ്ടെ ഈ മുഖം പൊത്തി പിടിച്ചിരിക്കുന്ന സാറ് എന്റെ വീട്ടിൽ വന്ന് വളരെ വലിയ അക്രമമാണ് കാണിച്ചിരിക്കുന്നത്. താണ്ടെ മുഖം പൊത്തി പിടിച്ചിരിക്കുന്ന എന്തോ ഈ പുള്ളിക്കാരനാണ്. ഈ പുള്ളിക്കാരൻ തെളിവെറ്റിയിലുണ്ട്, പല തെളിവുകളും ഉണ്ട്. രണ്ടെണ്ണം നിങ്ങളുടെ തന്നെ കയറ്റോടോ? നിങ്ങളുടെ സസ്പെൻഷൻ അല്ലേ? നിങ്ങളുടെ ജോലി ഞാൻ കളയും. എന്റെ ജോലി ജോലി കളയും. നീ കളയുമല്ലോ. കളയും. നീ ആയിട്ട് കളയുമല്ലോ. കളയും. എന്നാ പിന്നെ എന്റെ ടീം പോയി. എന്തായാലും ജോലി പോവല്ലോ. നമുക്ക് പറ, കാണിക്കുന്നേ കാണാം. ഇയാള് പോലീസിലെ ഗുണ്ടാണെന്ന് തോന്നുന്നു. ഗുണ്ട. എന്റെ ടീം പൊട്ടിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക്? ഇയാൾ അകത്താക്കണമെന്ന്. ഞാനകത്താക്കൂടെ താടല്ലടാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. അല്ല, ഞാൻ എന്റെ പ്രതികാരം നിർത്തണം. എടാ മുടഞ്ഞവനെ ഒരു ഓർമ്മയില്ലാതെ അവനെ ഞാൻ അടിച്ച് അതിന്റെ കൊല്ലും. നീ അല്ലടാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഞാൻ വിളിച്ചോണ്ട് എന്റെ പ്രതികാരം തീർക്കണ്ടേ? എനിക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. പ്രതികാരം തീർക്കാൻ നിന്റെയൊക്കെ ആശ്വാസം. നിങ്ങൾ നോക്കിയാൽ ഇനി ഞാൻ ഒന്നും നോക്കത്തില്ല. ഞാൻ ഈ ഫുട്ടേജും കൊണ്ട് നേരെ കോടതി കയറും. ഏത് കോടതി കയറിയിട്ടായാലും അവനെ ഞാൻ ജയിലിലാക്കും. അവന്റെ വീട്ടുകാരെ ഞാൻ ജയിലാക്കും. അതിനുള്ള തെളിവേറ്റിയിലുണ്ട്. കാണിച്ചു തരാം ഞാൻ. പോലീസ് ഇങ്ങനെ ആവാൻ പാടില്ല. പിന്നെ പിന്നല്ലാതെ കാണിച്ചു തരാം. അവൻ പോയേക്ക എന്ത് ചെയ്യാനാന്ന് പറ. മഴ വരുമല്ലേ, തുണിയൊക്കെ എങ്ങനെ അശയിലിട്ടിരുന്ന ഇതൊക്കെ പറക്കി ഒതുക്കി വെക്കാൻ ആളില്ലേ? ഒന്ന് കേട്ടാ പക്ഷേ കേൾക്കണം. 6ാം ക്ലാസ് പഠിക്കുമ്പോ ഈ നനഞ്ഞ തുണി ഇട്ടോണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് എനിക്ക് വയറുവേദന വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ 6ാം ക്ലാസ് വരെ പോയില്ല, 4ാം ക്ലാസ് വരെ പോയില്ല. ഈ ഇടയ്ക്ക് പഠിക്കാനൊക്കെ പോകണം. 6ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. തുണിയൊക്കെ കഴുകിയിടാറുണ്ടോ? അല്ല, തുണിയൊക്കെ നനയ്ക്ക്. ഇത് വേറെ കേസ്. ഈ നനഞ്ഞ തുണി ആയാലും നമ്മൾ കൊണ്ടുവന്ന എന്താണെന്നറിയോ, ജസ്റ്റ് ഒന്ന് നിവർത്തി ഇട്ടേക്കണം. ഈ സോഫയിലായാലും അങ്ങനെ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. CCTV ഫുട്ടേജും തരുമോ? എനിക്ക് നീ എന്തുവാണോ ഇവിടെ ഈ കാണിച്ചിട്ടിരിക്കുന്നത്? എന്റെ ഈ കിടക്കുന്ന കസേര കണ്ടോ? ഈ കസേരയുടെ പവിത്രത എന്താ നിനക്കറിയാമോ? എന്റെ തറവാട്ടത്ത് മുറ്റത്ത് നിന്ന് ആഞ്ഞിലി മരം എന്റെ ആശാൻ കൊണ്ടുവന്ന കാച്ചിയെ കോടാലി കൊണ്ട് വെട്ടി ഞാനും ആശാനും കൂടെ വീടിന്റെ മുറ്റത്ത് കുത്തിയിരുന്ന് കാച്ചിയെ ഉളി കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാ ഈ കാണുന്ന എന്റെ കസേര. അതുപോലെ കാച്ചിയെ ഉളി കൊണ്ട് ഞാനും ആശാനും കൂടെ കുത്തി ഉണ്ടാക്കിയത് എന്റെ ഈ 2ാമത്തെ കസേര. വീടിന്റെ മുറ്റത്ത് കാച്ചിയ ഉളി കൊണ്ട് കുത്തി ഉണ്ടാക്കിയതായിരുന്നു ഈ കാണുന്ന എന്റെ ഈ ടീപ്പോ. അതാണ് നീ നശിപ്പിച്ചത്. അതിനുള്ള മറുപടി നീ പറഞ്ഞേ പറ്റത്തുള്ളൂ. സാറെന്തായിരുന്നു മിണ്ടായിരിക്കണത്? ഇവനും ഇവന്റെ ആശാനും കൂടെ മുറ്റത്ത് കിടന്ന് കാച്ചതിന് ഇപ്പൊ ഞാൻ എന്ത് പറയാൻ പറ്റും? അല്ല, ഒരു കാര്യം ചെയ്യും. ആശാനെ വിളിച്ച് പുതിയ മരം എടുത്ത് പുതിയ പണിഞ്ഞൂടെ? 3 വർഷം എന്റെ ആശാൻ മരിച്ചു പോയിട്ട് അറിയാം. പറഞ്ഞിട്ട് കാര്യമല്ല, ചില്ലറ കാച്ചാണ് കാച്ചി പണിഞ്ഞിട്ടേക്കണം. ഞാനേ പറയത്തില്ല ഞാനത്. അല്ല സാറ്, ഞാൻ ഒരു കാര്യം ചെയ്തേ. എങ്ങനെയെങ്കിലും സാർ ഒത്തിരി ഫുട്ടേജ് എങ്ങനെയെങ്കിലും മേടിച്ചാ, CCTV ക്യാമറ ഫുട്ടേജ് മേടിച്ചാൽ ഞാൻ പോവാം. പിന്നെ സാർ പറയുന്നറിയാമോ? CC ഇട്ട് ഫോർട്ട് വെച്ച് മേടിച്ചു കൊടുക്കണം. ആ ഒരു കാര്യം ചെയ്യാം. പണയം വെച്ചൊരു ഇടക്കൊച്ചി മേടിച്ചു തരാത്തോ? സാറേ, പണയം വെച്ചൊരു ഇടക്കൊച്ച് മേടിച്ചു തരാന്ന്. നിനക്ക് എന്താ വയ്യേ? ഞാൻ അതാണോ ചോദിച്ചത്. പിന്നെന്തോന്ന്? എടാ, ഞാൻ ഇവിടെ കാണിച്ച ഈ അക്രമത്തിന്റെ ഫുട്ടേജ് ഇല്ലേ, അത്
ഓ ആ വീഡിയോ ആ മറ്റേ മാട്ടനെ ഞാൻ സെറ്റാക്കി തരാം. മാൾട്ടയില്ലേ ഭാര്യ? അത് ഞാൻ സെറ്റാക്കി തരാം. പിന്നെ മറ്റേ വീഡിയോ ഇല്ലാതെ കാണിക്കണോ എന്തോ വീഡിയോ മറ്റേ പിടിച്ചെടുത്തില്ലേ സാർ ഇത് കാണിച്ച അക്രമം അത് സാറിന് കൊടുക്കണമെന്ന് ആ വീഡിയോ കൊടുക്കണമെന്ന് സൗകര്യമില്ല അത് ഞാൻ കാണിക്കേണ്ടത് അത് ഒത്തീർപ്പാക്കാൻ കേസാക്കിയ കോടതി കിടന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പോടെ 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 നിന്റെ ഒത്തീർപ്പ് കാര്യങ്ങളൊന്നും വേണ്ട ഇത്രയും തോന്നിയ ദിവസം ഇവിടെ കാണിച്ചു വെച്ചിട്ട് ഞാൻ നിനക്കൊക്കെ വീഡിയോ തരാൻ പോണു പോടാ അവിടുന്ന് നിന്റെ കാല് പിടിക്കാൻ നീ തോളിക്കറുന്നുണ്ട് എന്റെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല സൗകര്യമില്ല ഞാൻ കോടതി കാണിച്ചു കൂടുതൽ മസിലൊന്നും പിടിക്കണം എനിക്ക് നിയമവശങ്ങളൊക്കെ എനിക്കും അറിയാം എന്തോ അറിയാം സാറ് 9:30 മണിക്ക് ഇതുവഴി നടന്നു പോയപ്പോഴത്തേക്ക് നീ കുളിച്ച് ഈറനോടെ വന്ന് ജലനോറും സാറിനെ ശൂശു എന്ന് വിളിച്ചെന്ന് ഞാൻ പറയും സാറിനെ വിളിച്ച് കയറ്റി ഒരു കസേര ആദ്യം കൊണ്ട് കസേര ഇരുത്തി കസേര പൊട്ടി രണ്ടാം സാറിനെ ഈ ടേബിൾ ഓർത്തുകൊണ്ടിരിച്ച് ടേബിൾ പൊട്ടിച്ച് മൂന്നാമത് നീ കട്ടിനെ കൊണ്ട് പുറത്ത് കൊണ്ട് ഇരുത്തി അങ്ങനെ ഞാൻ നാട്ടുകാർക്ക് പറയും അറിയാമോ ഈ കസേര പൊട്ടിച്ച് മേശ പൊട്ടിച്ച കേസ് എന്റെ പേരിലുണ്ട്. ഇത് പറഞ്ഞ് എന്നെ കേസ് കെട്ടാക്കാനുള്ള പരിപാടിയാണ്. കഥവ് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു. ഏത് കട്ടിൽ കൊണ്ടിരുത്തി നീ കണ്ട കേസ് വിലക്കണം ലോകിതദാസ ആവശ്യമില്ലാത്ത കഥ എനിക്കൊരു CCTV ഫുട്ടേജ് കിട്ടിയാൽ ഞാൻ പോവും ആവശ്യത്തിൽ കേട്ടോ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ കയ്യിൽ നിൽക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ ഇവന്റെ സ്വഭാവത്തിലാണെങ്കിൽ ഇപ്പം ഭയങ്കര ദേഷ്യം വിളിച്ചിരിക്കുന്നു സാർ ഇവന്റെ സെന്റിമെന്റ്സ് കാര്യങ്ങൾ നമുക്കേ ഈ പേരെങ്ങനായിരുന്നു? പേരെങ്ങനെ ആക്കണം അല്ല ഞാൻ ചോദിച്ചേ അല്ല മാഷിന്റെ പേരെങ്ങനായിരുന്നു? പവിത്രൻ. പവിത്രോ ഈ സർക്കാർ ജോലിക്കാരന്റെ ഒരു വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള കാര്യമാണ്. അതിലൊരു പകുതിയോളം ട്രസ്റ്റിന് പോകും. ഏത് ട്രസ്റ്റ്? ഞാനും സുഭദ്രാമയും എന്റെ അപ്പനും 2 മക്കളും ചേർന്നാണ് ട്രസ്റ്റ്. വീട്ടിലേക്ക് ചെലവിന് കൊടുക്കുന്നതാണാടാ നീ ട്രസ്റ്റിന് കൊണ്ട് കൊടുക്കണത് പറയണത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ജീവിതം. നിങ്ങളുടെ സർക്കാർ ജീവിതം തേങ്ങ എനിക്കൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി പറയണം നിങ്ങൾ. എനിക്ക് ഒരു പോംവഴിയും പറയാം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമുക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോടതി പോയ ഇതാകത്തുള്ളൂ. അല്ല ഒരു കാര്യം ചെയ്ത് എന്തെങ്കിലും നഷ്ടപരിഹാരം തന്നാ നഷ്ടപരിഹാരം തന്നാ പോലെ നിങ്ങൾക്ക് എന്ത് വേണം നഷ്ടപരിഹാരം പറ. എന്തായാലും ഇത്ര നശിപ്പിച്ച് എന്റെ മാനസികമായിട്ടുള്ള സന്തോഷം കളഞ്ഞു. ഒരു 1 ലക്ഷം രൂപ വരുവാണെന്നുണ്ടെങ്കിൽ കാര്യം ഓക്കെ. 1 ലക്ഷം രൂപ ചുമ്മാ പിന്നെ 2 കസേര ഒരു മേശയും പൊട്ടിയ 1 ലക്ഷം രൂപ കുഴപ്പമില്ല. ആവശ്യം ഞാൻ ഈ CCTV ഫുട്ടേജ് ഞാൻ കൊണ്ട് കോടതി കാണിച്ചോളാം. 1 ലക്ഷം രൂപ വരുവാണെന്നുണ്ടെങ്കിൽ കാര്യം ഓക്കെ. 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ രൂപ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം എന്ത് പറയാന്ന് കട്ടം തന്നെ കേട്ടോ. എന്നാലും മാല ബാക്കി പൈസ രാവിലെ എത്തിക്കാം. രാവിലെ വിശ്വാസമില്ലേ? ഇനി അതും വിശ്വാസമില്ലേ? രാവിലെ ഒരു 10 മണിയാകുമ്പോൾ താറത്തി അത് പറ്റത്തില്ല. വെളുപ്പിന് 5 മണിക്ക് മുമ്പായിട്ട് കൊണ്ടുപോകാം. 5 മണിക്ക് പിന്നെ എന്തോ വെളുപ്പിന് 5 മണിക്ക് എന്റെ സുഹൃത്തെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി വെളുപ്പിന് 5 മണിക്ക് മുമ്പായിട്ട് ഇത് ഇവിടെ കൊണ്ടുവരണം. രാവിലെ കൊണ്ട് എത്തിക്കാന്ന് പറ. നിനക്ക് ഇത്ര നിർബന്ധം 5 മണിക്ക് തന്നെ വരണമെന്ന്. 5 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ മറ്റേ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരും ഈ വീട്ടിന്റെ ഉടമസ്ഥര്. അതുകൊണ്ടാണ് അപ്പൊ നീ ഞാനോ നീ വീട്ടിൽ വന്ന് പൊട്ടിക്കാതിരിക്കാതിരുത്ത് ഓരത്തുമാരെ ഒന്ന് TV അടിച്ച് പൊട്ടിക്കാതിരിക്കുന്നു. എന്തോ പോലീസുകാരനാണ് എന്തോ ബൾബിന്റെ ഹോൾഡർ കണ്ടിട്ട് CCTV ക്യാമറ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. മണ്ടൻ. അപ്പോ ചിരിച്ച് എനിക്ക് നടുവേദനിക്കുന്നു. നമ്മുടെ കാര്യക്കാർക്ക് നടുവേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ബിജുക്കുട്ടൻ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? ഒരു രക്ഷയില്ല കേട്ടോ. ഉഗ്രം സ്കിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഈ പ്രോപ്പർട്ടിയൊക്കെ തകർക്കണത്. ആദ്യമേ തന്നെ വന്നിട്ട് തകർത്ത് കളഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നി ഈ സാധനം വേറെ കയ്യിൽ ഒരുപാട് കൗണ്ടർ ഉള്ളതുകൊണ്ടാണ് അത് ആദ്യം ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ അത് അവസാനമല്ലേ ആവുള്ളൂ. നല്ല സ്കിറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. 3 പേരും തിമിർത്ത്. പക്ഷേ പെട്ടെന്ന് നിന്നു പോയാന്നൊരു സംശയമുണ്ട് എനിക്ക്, അല്ലേ? അത് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. കാരണം കൂടുതൽ തമാശകൾ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നിയത്. നമ്മൾ കുറച്ചും കൂടി ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. പെട്ടെന്ന് ക്ലൈമാക്സ് പറഞ്ഞ് പോയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അവസാനം നീ ഇടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് ഇവർ CCTVയുടെ കാര്യം പറഞ്ഞതിന് ശേഷം ഇവർ 2 പേരും ഒരു ആക്ഷൻ സംഭവങ്ങളുണ്ടായിരുന്നു. അതായത് ശ്യാമിൻ്റെയും ഈ സെൽവൻ്റെയും. അത് കിടിലനായിരുന്നു കേട്ടോ. അത് ഇവിടുന്ന് എങ്ങനെ ഇനി പോകും, അതാണ് ഇവിടെ നിൽക്കണോ പോണോ ആ സംഭവം നല്ല ഗ്രാൻഡ്. എനിക്ക് തോന്നിയത്, എനിക്ക് ആദ്യം ചിരി വന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശ്യാമിൻ്റെ മറ്റേ റെയിൽവേയുടെ കാര്യം പറയൂലേ, അതൊരു കിടിലൻ സാധനമായിരുന്നു കേട്ടോ. നിനക്ക് ഇന്ത്യൻ റെയിൽവേനെ കുറിച്ച് അറിയില്ലടാ? എനിക്ക് സാധനം നമ്മളത് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ട് അങ്ങോട്ട് പറയുമെന്ന് കരുതിയത്. പക്ഷെ നമ്മൾ കേട്ടത് ഒരു മിമിക്രിക്കാരൻ ഇതിലും ഭംഗിയായിട്ട് ട്രെയിനിൻ്റെ ശബ്ദം എടുക്കും അതുപോലെ കാണിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു വന്ദേ ഭാരതിൻ്റെ ആ സാധനം അത് ഇത്തിരി സ്പീഡ് കൂടുതലാണല്ലോ. അതുമ്പോൾ തൊട്ടങ്ങോട്ട് ചിരി തുടങ്ങിയിട്ട് എനിക്ക് അവസാനം വരെ നല്ല ചിരി ഉണ്ടായിരുന്നു. 3 പേരും നല്ല തകർത്ത് അഭിനയിച്ചു. കുറേ നാളെ ഒറിജിനലി നേരിട്ട് കണ്ട് നിങ്ങളെ തമാശ കണ്ടിട്ട് എന്തായാലും ഞാൻ തൃപ്തനാണ്. അടിപൊളി. ബിജുക്കുട്ടൻ തൃപ്തനാണ്.
ഇനി അസീസിക്ക് തൃപ്തനാണോ ചോദിക്കാം. ഇക്ക തൃപ്തനാണോ? ചെങ്കൽ അടിപൊളി. ആ. കാരണം എന്താ പറയുക, ഞാൻ ഈ സ്കിറ്റ് കണ്ടപ്പോൾ എനിക്ക് ട്വിസ്റ്റായിരുന്നു സത്യം പറഞ്ഞത്. കാരണം ആരാണ് വരുന്നതെന്നോ ആ വീട്ടിൽ കിടക്കുന്ന ആരെന്ന് എന്താണെന്നോ ഒന്നും പിടുത്തമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനു ആ വീട്ടിലെ ഉടമസ്ഥനാണെന്ന് നമുക്ക് മനസ്സിലാവുകയും അവിടെ അടിച്ചു പൊട്ടിക്കുകയും ഞങ്ങൾ പക്ഷെ മനു എന്നറിയാമോ, മനുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിറ്റ് നമ്മൾ അവിടെ കൺഫ്യൂഷൻ അടിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ ക്ലൈമാക്സിൽ കള്ളനായിട്ട് വന്നിട്ട് പോലും അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് ഞാനും എൻ്റെ ആശാരിയും കൂടെ ഇവിടെ തച്ചിനിരുന്ന് പണിഞ്ഞ് എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും വിശ്വസിച്ച് ആ വീട്ടിലുള്ള ആളാണെന്ന്. പിന്നെ ക്ലൈമാക്സ് കൊണ്ടിട്ട് ഒരു കള്ളൻ എന്ന രീതിയിൽ പറയുകയും അവിടെ നിന്നും ട്വിസ്റ്റ് അടിച്ചിട്ട് മറ്റേ ബൾബ് പോയ CCTV എടുത്ത് ഏത് പോലീസറാന്ന് പറഞ്ഞത്. അങ്ങനെ കുറേ മുഹൂർത്തം അടങ്ങിയ ഒരു മനോഹരമായ സ്കിറ്റായിരുന്നു. പിന്നെ ഞാൻ എന്നും ഇനി നിങ്ങളെ പെർഫോമൻസിനെ കുറിച്ച് ഇനി പറഞ്ഞ് നിങ്ങളെ സൂചിപ്പിക്കേണ്ട കാര്യമല്ല. നിങ്ങളൊക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്, അടിപൊളി, ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അടുത്ത ഓൾ ദ ബെസ്റ്റ് കേട്ടാ, പൊളിച്ചു. കലക്കി. നല്ല സ്റ്റോറിയാണ്. കാരണം അതിൻ്റെ ഏറ്റവും ബിഗിനിങ്ങിൽ പറഞ്ഞ ആ കാരണം ഇന്ത്യൻ റെയിൽവേയുടെ മിറ്റിൽ വാരിക്കൊണ്ടുപോയി പട്ടിക്കൂടി പണിത് സസ്പെൻഷനിലായ ഒരു പോലീസുകാരൻ്റെ ഉള്ളിലെ വിഷമം നല്ല രസമായിട്ട് നിങ്ങൾ വീട് മാറിക്കയറി അത് ചെയ്തു എന്നുള്ളതാണ്. ഇത് ഒരുപാട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കാവുന്നതാണ്. വീട് മാറി, ആൾ മാറി, താമസം മാറിപ്പോയിട്ട് വീട് മാറിയതല്ല മാറ്റിയതാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന കാര്യം. നിങ്ങൾ ആ ത്രെഡ് എടുത്തത് വളരെ മനോഹരമായി. ആ ത്രെഡിനെ ഇത്രയും മനോഹരമാക്കി നിങ്ങൾ 3 പേര് അത് അവതരിപ്പിക്കുകയും ചെയ്തു. ഗംഭീരമായൊരു ഡയലോഗുകൾ പ്രസൻറ്റേഷൻ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ആ സാധനങ്ങൾ, ആ സൈലൻറ്റ് കളികളെ, അതൊക്കെ നല്ല രസമായിരുന്നു. ഇത് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈ ക്ലൈമാക്സ്. നിങ്ങൾക്ക് ഏറ്റവും ദാരിദ്ര്യമുള്ളതും ക്ലൈമാക്സിന്റെ കാര്യത്തിലാണ് അല്ലേ? ക്ലൈമാക്സ് വൃത്തി ഉണ്ടായിരുന്നു ഇതിന്. അത് ഒരിക്കലും കിട്ടാത്ത കാര്യമാണ്. നിങ്ങൾ ഒരു പക്ഷേങ്കിൽ ഇതിന് ആദ്യം ക്ലൈമാക്സിനെ കുറിച്ച് ചിന്തിച്ച് കാണും, അതിന് കഴിഞ്ഞതിന് ശേഷമാണ് ബിഗിനിങ്ങിലെ കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെയേ വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഓടി വന്നിട്ട് ലാസ്റ്റ് വന്നൊരു കറക്കമുണ്ട്, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം. സെൽവൻ ആദ്യം എസ്കേപ്പ് ആകും ഇവിടെ നിന്ന്. കാരണം ക്ലൈമാക്സ് അല്ലെങ്കിൽ ആദ്യം സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടുന്നത് സെൽവനാ. അത് കഴിഞ്ഞിട്ട് പാവം 2 എണ്ണത്തിനെ അവിടെ നിർത്തി അവരെന്തെങ്കിലും പറഞ്ഞടിക്കും. അവിടെ നല്ലൊരു ക്ലൈമാക്സ് ഉള്ളത് കൊണ്ടാണ് ആദ്യം അതെന്തായാലും ഇതിനുണ്ടായില്ല. ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. അപ്പൊ സ്കിറ്റിലെല്ലാം നിങ്ങൾ അടിച്ചു പൊളിച്ചതുപോലെ നല്ല അടിപൊളി കമന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല അടിപൊളി മാർക്സും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആസിസിക്കാൻ തുടങ്ങാം. 17,000. ബിജുക്കുട്ടൻ ചേട്ടനോ? ഞാനും ഒരു 17,000 രൂപ. 17,000. അപ്പൊ 34,000 രൂപ ഇപ്പോഴത്തെ ടോട്ടലാണ്. ഇനി നമുക്ക് ഫൈനൽ അറിയണ്ടേ? നസീറക്കോട് ചോദിക്കും. ബാക്കിയുള്ളത് ആ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അതെ അതെ, ഒരു സാധനങ്ങളാ പോയത്. 65,000. ഓക്കെ. അപ്പൊ 65,000 രൂപയാണ് ഈ ഒരു സ്കിറ്റിന് നേടിയിരിക്കുന്നത്. ആക്ച്വലി ഇതിനകത്ത് ആ ബൾബിന്റെ കേസ് പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഈ മറ്റേ എന്താ ഇതിന് പറയുന്ന വെള്ളക്കളർ അത് ഹോൾഡർ ഇല്ലാത്ത അത് കാണുമ്പോ CCTV പോലെ ഉണ്ടല്ലോ എന്ന് അല്ല, അതിനകത്തൊക്കെ ഇപ്പൊ CCTV ഉണ്ട്. ശരിക്കും പറഞ്ഞാലേ ബൾബിനകത്തുണ്ട്, ഹോൾഡറിലുണ്ട്, പ്ലഗിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അതെ, നമ്മൾ എവിടെ പോയാലും ജാഗരൂകരായിരിക്കണം. നല്ല ഗംഭീര ട്വിസ്റ്റുകളുള്ള ഒരു കിടിലൻ സ്കിറ്റ് ആയിരുന്നു. അപ്പം 65,000 രൂപയാണ് സ്കിറ്റിന് അവർ നേടിയിരിക്കുന്നത്. അടുത്ത തവണ നമുക്ക് കൂടുതൽ പഞ്ചുകളും കോമഡിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. കിടിലൻ സ്കിറ്റ് ആയിട്ട് മതി. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ നമ്മളിപ്പോ ഇത്രയധികം സ്കിറ്റുകൾ കണ്ടു. ഇനി നമുക്കൊരു വെറൈറ്റി മിമിക്രി കണ്ടാലോ? വേണം. അപ്പൊ എന്തായാലും ഞാൻ വേദിയിലേക്ക് നല്ല വെറൈറ്റി മിമിക്രിയുമായി വെറൈറ്റി പേരുള്ള ഒരു വെറൈറ്റി കലാകാരനെ സ്വാഗതം ചെയ്തോട്ടെ. ലെറ്റ്സ് വെൽക്കം ജിഞ്ചലു മണി. ജിഞ്ചൽ ചേട്ടാ നമസ്കാരം. നമസ്കാരം. നല്ല പേര് ആദ്യം തന്നെ. Thank you. ഇവിടെ അടുത്താണല്ലേ വീട്? നമ്മുടെ സ്റ്റുഡിയോ അതെ, മണിയുടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മറ്റേ പാട്ട് എഴുതിയത് ഇയാളെ കണ്ടിട്ടാണ്. ജിഞ്ചിലെ മണി ജിഞ്ചിലെ മണി. അല്ല, ചെറിയ കൊച്ചുകുട്ടികളെ ചിഞ്ചിലു അങ്ങനെ കളിപ്പിക്കുന്ന പോലത്തെ ഒരു പേര്. വിവാഹിതനാണോ? അതെ. അയ്യോ, ഭാര്യക്ക് വഴക്ക് പറയാനേ പറ്റത്തില്ല. എന്താ ജിഞ്ചിലു ചോദിക്കേണ്ടി വരും. അതെ, നമ്മളെ പേരൊക്കെ ആണെങ്കിലേ അല്ല, ഇതിനു മുമ്പ് നമ്മളെ കോമഡി ഉത്സവത്തിലോ അങ്ങനെ എന്തെങ്കിലും? കോമഡി ഉത്സവം ചെയ്തിട്ടുണ്ട്. ചേട്ടൻ അത്യാവശ്യം ഫേമസ് ആണ് അല്ലേ? അത്യാവശ്യമല്ല, നല്ല അല്ലേ? ശരി, എന്നാ പൊളിക്കാം അല്ലേ? നമ്മൾ കാത്തിരിക്കുന്നു ഫസ്റ്റ് ഐറ്റം ചേട്ടാ. പക്ഷേ നമുക്ക് ബിജു മേനോന്റെ ശബ്ദം നോക്കാം. ഇന്റർവ്യൂ വോയിസ്. വെള്ളിമൂങ്ങ എന്ന സിനിമ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ വോയിസ് ഉണ്ട്, അത് നോക്കാം. അത് ഈ സിനിമയുടെ കഥ തന്നെയായിരുന്നു. ആദ്യമായിട്ട് ഇതിന്റെ കഥ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ കാത്തിരിക്കുക എന്ന് പറയില്ലേ, അത്തരമൊരു സിനിമയ്ക്ക് വേണ്ടി
പിന്നെ ജിജു ക്യാമറമാനായിട്ട് കഴിവുള്ള ആളാണ് ആസ് എ ഡയറക്ടർ. ജിബുവിന് അറിയായിരുന്നു ഈ സിനിമ എങ്ങനെ ചെയ്യണമെന്ന് തന്നെ. അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം ആ സിനിമയിലെ മാമച്ചൻ എന്ന കഥാപാത്രത്തെ ഒന്ന് അനുകരിക്കാം. ബഹുമാനേദശ ശ്രീമതി ജമീല ഹാസിഫ്, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, എനിക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. എത്രയോ വർഷങ്ങളായി നമ്മൾ കാത്തിരുന്ന സുദിനം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അടുത്ത നമുക്ക് ഡയറക്ടറിൽ നിന്നും ഇപ്പം ആക്ടിങ്ങിലേക്ക് വന്ന ആളുണ്ട്, നമ്മുടെ ജോണി ആൻ്റണി. അപ്പം ജോണി സാറിൻ്റെ ശബ്ദം ഒന്നനിരിക്കും. അദ്ദേഹത്തിൻ്റെ ജോ ആൻഡ് ജോ എന്ന സിനിമയിലുള്ള ആ ഒരു വോയിസ് ഇതുവരെ നിങ്ങളെ കാണിച്ച ഒരു കുട്ടികളെ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ പറഞ്ഞു ചേർക്കണം, ഇല്ലെങ്കിൽ പപ്പ ഇടപെടും കേട്ടോ. എന്ന് വെച്ച് സിനിമയിലേക്കാണ് പോലെ ബാബുഹാരനെ പോലെ ചാടി അടിക്കുമെന്നൊന്നുമല്ല കേട്ടല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ശ്രീ ഗണേഷ് കുമാർ, അപ്പം അദ്ദേഹത്തിൻ്റെ ആ പഴയ കാല ആ ശബ്ദം ഒന്ന് അനുകരിക്കും. പിന്നെ ആ കൊട്ടാരക്കര ഗണപതി, വൈക്കത്തപ്പൻ, പെട്ടെന്നുള്ള മമ്മൂട്ടിക്കടയ ഷട്ടപ്പ് ഉണ്ടല്ലോ, അതും ഇനി വേണ്ട. ബാസുര ചേച്ചി, ഉണ്ണിത്താൻ ചേട്ടൻ വന്നപ്പോൾ വല്ലതും പറഞ്ഞോ? വല്ലതും പറഞ്ഞോ? ഇന്നലെ മാടമ്പിള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടി വരാമെന്ന് പലവട്ടം പറഞ്ഞതാ. പക്ഷെ കേൾക്കണ്ടേ? എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പേടിക്കണ്ട, മറിച്ചൊരു ഷോ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ജോജു ജോർജ്, അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ ഹിറ്റായിട്ട് സിനിമയാണ് ആൻ്റണി എന്ന സിനിമ. അപ്പം അതിനകത്ത് ആൻ്റണി എന്ന കഥാപാത്രത്തെ ശബ്ദം ഒന്ന് ഇരിക്കും. നീ ആരടാ? നീ അവൾ ഡിസ്മിസ് ചെയ്യോടാ? നിന്നെ കണ്ടേ അന്ന് ഞാൻ ഓങ്ങി വെച്ചതാ. ഇനി നീ അവളുടെ കാര്യത്തിലെങ്ങാനും ഇടപെട്ടാ പന്നി ഇടിച്ച് നിൻ്റെ നെഞ്ചാങ്കൂടി ഞാൻ പൊളിക്കും. നീ എന്നെപ്പറ്റി പുറത്ത് അന്വേഷിക്കുന്നതല്ലതാ. പേര് ആൻ്റണി, അന്നയുടെ ലോക്കൽ ഗാർഡിയൻ. അടുത്തായി നമ്മുടെ പ്രകാശ് വർമ്മ, തുടരും സിനിമയിലെ ജോർജ് സാർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ജോർജ് സാറിൻ്റെ ശബ്ദം. 36 വർഷമാണ് ബെൻസ് ഞാൻ പോലീസിൽ. അതിൻ്റെ ഇടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർഡായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോൾ ഈ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. നേരെയാടാ ഈ പേടിപ്പിക്കുന്നേ എന്നെ. അയ്യയ്യയ്യയ്യയ്യേ. എടാ, നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ, നിന്റെ മുമ്പിൽ ഇതേ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലേ, നീ ഇനിയും ജോർജ് സാറിനെ കുറെ അറിയാനുണ്ടനിയാ. ഇനി അടുത്ത് ഷമ്മിത്തിലകൻ്റെ വോയിസ് തോന്നി. അപ്പം അദ്ദേഹം നമ്മൾ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ധ്രുവം സിനിമയിൽ ഹൈദർ മരക്കാർക്ക് ഡബ് ചെയ്ത്, അപ്പം ആ വോയിസ് ഒന്ന് ട്രൈ ചെയ്യും. ഈ കൊന്തയ്ക്ക് എന്ത് വില വരും? അതൊന്ന് വാങ്ങിച്ചപ്പോഴല്ലേ ഇന്ന് ഞാൻ ഇതിന് 5 ലക്ഷം രൂപ വിലയിടും. ഇല്ലെങ്കിൽ ചെമ്മാച്ചം പറയുന്ന വില. ഒരുപാട് രക്തം പുരണ്ട കയ്യായത്. ഇതിലൊരു പുരോഹിതൻ്റെ രക്തം വേണ്ട, പൊയ്ക്കോ. നരസിംഹ മന്നാടിയാർ, ഹാഫ് ലയൺ ഹാഫ് മാൻ, എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്തു ചെയ്യാം, അംഗം കുറിച്ചപ്പോൾ ഒരു സിംഹമകത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രജ എന്ന സിനിമയിലെ ഡയലോഗ്. സക്കീർ ഭായ്, ഹാജി മുസ്തഫയുടെ ജീവൻ എടുക്കാൻ അരുണും DDയും ഞാനും റെഡ്ഡി ബ്രദേഴ്സും കൂടി നിറയ്ക്കേണ്ട ഒരു ലീഗ് ഉണ്ടാക്കിയ പിന്നെ തടുത്ത് നിർത്താനുള്ള കൈക്കരുത്തൊന്നും ഉണ്ടാവില്ല സക്കീർ അലി ഹുസൈന്. എന്നെപ്പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാനാവില്ല സക്കീർ ഭായ്. എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവൻ്റെ കുതികാലെടുക്കാൻ കഴിയുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായ്. ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് കൊത്താം. എന്തോ ഈ സൂര്യന് ചുവട്ടിൽ എന്ത് നിറകേടിനുമാവും സക്കീർ ഭായ് ബലരാമന്. നമുക്ക് ഒരുപാട് വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ബാബുരാജ്. അപ്പം അദ്ദേഹം ഓർഡിനറി എന്ന സിനിമയിൽ ഒരു കള്ളുകുടിയനായിട്ട് കുറച്ച് കോമഡി ആയിട്ട് ചെയ്യണം. അപ്പോൾ ആ ഓർഡിനറി എന്ന സിനിമയിലെ ബാബുരാജിൻ്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇവിടെ കമാൻ, ഇതങ്ങോട്ട് എടുത്തു വെച്ചോ. എല്ലാം തന്നെ ബസ്സിൻ്റെ സ്റ്റെപ്പ് കയറാനായിട്ട് സ്റ്റെപ്പ് കിട്ടണില്ല. കുടിച്ചിട്ടേ
പിന്നെ ടീച്ചർ ഇപ്പൊ പോസ്റ്റേ കയറിയിട്ടല്ലേ ദേവനുമായിട്ട് സംസാരിക്കണം മാഷേ. എന്റെയും കൂടെ ഒന്ന് എടുത്തേര് മാഷേ. താങ്ക് യു. കൊള്ളാം ചേട്ടാ, അടിപൊളി. അടുത്തത് ക്യാപ്റ്റൻ രാജു. ഓക്കെ. അദ്ദേഹത്തിന്റെ ശബ്ദം വെള്ളിയേട്ടൻ എന്ന സിനിമയിലുള്ള മാധവനുണ്ണി, തനിക്കും തന്റെ അനിയനും വേണ്ടി ഒരു ഗ്ലോറിഫൈ കൗണ്ടറിന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടച്ചപ്പോടെ നിൽക്കുന്നേ. മമ്പറമ്പാവിടെ അനിയനെ കുത്തിയതാരാണെന്ന് എനിക്കറിയാം. കാട്ടിപ്പള്ളി പപ്പൻ. അവനെ ഞാൻ എൻ്റെ ഫോഴ്സിന് മുഴുവൻ ആൾക്കാർ ഉപയോഗിച്ചാലും പിടിക്കാനാവില്ലടോ. എന്താ തനിക്ക് കഴിയോ മിസ്റ്റർ ബാബ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇനി നമുക്ക് മറ്റൊരു താരത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രപ്രസാദ്. അപ്പൊ അദ്ദേഹത്തിന്റെ മേലേപ്പറമ്പിലാണ് വീട് എന്ന ചിത്രത്തിലെ ആ ഡയലോഗ്, ക്ലൈമാക്സിലുള്ള ഡയലോഗ്. പൊള്ളാച്ചി കൗണ്ടറേ, നിങ്ങളുടെ മകളെ ഒരു വേലക്കാരിയാക്കിയത് ഞങ്ങളാരുമല്ല, ഈ പരമനാറിയ. അതാ ഇത്രയും പ്രശ്നമെല്ലാം ഉണ്ടായത്. നിന്നെ എനിക്ക് ഇഷ്ടമാണ് മോളെ. കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണ് വിളിച്ച് പറയുമ്പോഴല്ല, അത് ഞാനാണെന്ന് ആണ് സമ്മതിക്കുമ്പോഴാ ഒരു പെണ്ണിന്റെ വിജയം. നീ എൻ്റെ മരുമകളാ, ധൈര്യശാലി. താങ്ക് യു. സൂപ്പർ ചേട്ടാ, സൂപ്പർ. ജിജു ചേട്ടാ അടിപൊളിയായിരുന്നു. ജോണി ആന്റണി സാറിന്റെയും ഇതും എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു. ഇനി നമ്മുടെ കാര്യക്കാർക്ക് ഏതൊക്കെയാണ് ഫേവറേറ്റ് ആയെന്ന് ചോദിക്കാം. അസിസിക്ക് അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയാണ്. കാരണം അതായത് ജിഞ്ചുരു ഏറ്റവും കൂടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മലയാള സിനിമയിൽ വില്ലൻ ക്യാരക്ടറുകളാണ് അല്ലേ? കാരണം എന്തെന്ന് പറയുമ്പോൾ ജിഞ്ചുരുവിന്റെ വോയിസും അങ്ങനത്തെ ഒരു ഡെപ്ത് വോയിസാണ് കിടക്കുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു. എനിക്കിപ്പം മീനാക്ഷി പറഞ്ഞതുപോലെ ജോണി ചേട്ടൻ നമുക്ക് പേഴ്സണലായിട്ട് കറക്റ്റ് അറിയാവുന്നതുകൊണ്ട് കറക്റ്റ് പുള്ളിയെടുത്ത് സംസാരിക്കുന്ന ഒരു സാധനം തന്നെ കിട്ടി. എന്തായാലും അടിപൊളി. ഇനിയും നമ്മളെ ഫ്ലവേഴ്സിന്റെ വേദിയിലേക്ക് വരിക. തീർച്ചയായും. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ജിഞ്ചുലുവിന് ഏറ്റവും ദൈവം അനുഗ്രഹിച്ച് തന്നാക്കുന്ന ഒരു കാര്യം സൗണ്ടാണെന്ന് തോന്നുന്നു. ശബ്ദം മനോഹരമായിട്ടുള്ള ശബ്ദമാണ്. ഡബ് ചെയ്യാനും ജിഞ്ചുലുവിനെ അഭിനയിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാറുകൾ എടുക്കാനൊക്കെ മനോഹരമായിട്ടുള്ള ശബ്ദം കിട്ടുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു പോരായ്മ എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു ഇതിലെനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനകത്ത് പല സാധനങ്ങളും ഈ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ വോയിസിൽ. അതാണല്ലോ ഇമിറ്റേറ്റിംഗ് സ്റ്റാറുകളെയും അല്ലെങ്കിൽ നടന്മാരെ നടികളെയൊക്കെ എടുക്കുമ്പോൾ ഒരു ഒഴുക്കുണ്ടാവുമല്ലോ. അതിന് എനിക്ക് തോന്നുന്നത് കുറേയും കൂടി പ്രയോറിറ്റി കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം മനോഹരമായുള്ള ശബ്ദം ഒന്നും കൂടി, കാരണം ഇതിലും ഏറെ ശബ്ദം ഒരുപാട് സിനിമാ താരങ്ങളുടെ ശബ്ദം എടുക്കാൻ പറ്റിയ ശബ്ദമാണത്. ശ്രീനിവാസൻ ചേട്ടൻ്റെ എടുക്കുമോ? ശ്രീനിവാസൻ സാറിന് ചെയ്തിട്ടില്ല. ജോലിയുണ്ടോ? ജോലിയുണ്ട്. ഞാൻ മൗണ്ട് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഫുഡ് പോളിഷിങ്ങിന്റെ വർക്കാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ പരിപാടിയും സിനിമയുടെ ഡബിങ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വർദ്ധൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ 2 വില്ലന്മാർക്കും കൂടാണ്ട് മൊത്തം അതിനകത്ത് 6 പേർക്ക് ഡബ് ചെയ്തു. അതിനകത്ത് 2 വില്ലന്മാരാണ് ചെയ്തത്. വില്ലന്മാരാണ് ചേട്ടന്റെ വീക്ക്. അതെ. പിന്നെ കൂടാണ്ട് ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങാൻ പോകുന്ന ജോജു ഏട്ടന്റെ വരവ് എന്ന സിനിമയിൽ അദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യാനും പറ്റി. ബിജുവേട്ടൻ്റെ ഒരു സിനിമയ്ക്കും ട്രാക്ക് ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായി. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ജോലി ഉള്ളത് കൊണ്ടായിരിക്കും കുറേയും കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കണത് അല്ലേ? അതെ. അപ്പൊ ജോജുവിന്റെ എടുത്തത് മനോഹരമായിരുന്നു. ജോജുവിന്റെ നല്ല ശബ്ദമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജോലി കളയരുത്. ജോലി എടുത്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇതിനകത്ത് കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറേയും കൂടി നല്ല സ്റ്റാറുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ജിഞ്ചുലു അടിപൊളി കേട്ടോ. ഈ പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അടിപൊളി. അല്ല, എൻ്റെ നോട്ടത്തിൽ ഏറ്റവും നല്ലത് ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ ആ ജോലി തന്നെ ഒന്ന് സ്റ്റഡി ആക്കുക. ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ കുറച്ച് അവസരങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കൂടുതൽ ആൾക്കാർ അറിയപ്പെട്ടതൊക്കെ അല്ലേ. അപ്പം അങ്ങനെ ഈ പരിപാടിക്കൊക്കെ നടന്ന് ചെറിയൊരു വീടൊക്കെ വെച്ചു. വെരി ഗുഡ്. അപ്പോൾ അതിലൂടെ സന്തോഷമുണ്ട്. എന്തായാലും 3 സ്റ്റാർ ചെയ്താൽ മതിയായിരുന്നു കോമ്പറ്റീഷൻ വരുമ്പോൾ അല്ലേ? അപ്പം എന്തായാലും മുന്നോട്ട് പോവുക, അടിപൊളിയായിട്ട് പോവുക. ഡബ്ബിങ് ഒരു വലിയ കാര്യമായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അതിനുള്ള നല്ല വോയിസാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ചേട്ടാ കാര്യക്കാരി പറഞ്ഞതുപോലെ ഡബ്ബിങ് കാര്യമായിട്ട് എടുത്തോ? അപ്പം കോമഡി ഉത്സവത്തിൽ വന്നപ്പോഴത്തേക്കും ഡബ്ബിങ്ങും ഇതൊക്കെ കുറച്ചായി എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഐറ്റം വേറയിൽ വന്നപ്പോൾ ഇനി ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ജിഞ്ചു ചേട്ടാ ഈ പേര് കാരണം നമ്മൾ എന്തായാലും മറക്കില്ല അല്ലേ? ജിഞ്ചുലു അല്ലേ? ജിഞ്ചുലു. ഈ പേരിന്റെ അർത്ഥം? അമ്മയ്ക്ക് ഒരു പാട്ടിനോട് ഇഷ്ടപ്പെട്ടിട്ട പേരാണത്. ഏത് പാട്ടാണ്? അതായത് അമ്മയ്ക്ക് അംഗനവാടിയിലൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കുട്ടികളെ പാടുന്നൊരു പാട്ടുണ്ട്. ജിഞ്ചിലിക്കം കൊട്ടാൻ ഞാൻ ജില്ലാലം പാടാൻ ഞാൻ കറുത്ത പെണ്ണെ കാക്കമ്മേ ഒരു പാട്ട് പാടാമോ, അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് അമ്മ ഇട്ട പേരാണ് ജിലു. ചേട്ടനുണ്ട്. ചേട്ടന്റെ പേര് അരുൺ. വൈഫിന്റെ പേര് പറഞ്ഞില്ലല്ലോ, ഷൈബി. ഓക്കെ. അപ്പൊ ചേട്ടാ എന്തായാലും ഗംഭീരമാകട്ടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ പരിപാടികളും.
ഡബിങ്ങിലും സ്റ്റേജിലും പിന്നെ സിനിമയിലും ഒക്കെ നമുക്ക് ഇനി ഈ ഒരു മുഖം കാണണം. വീണ്ടും വരണം കേട്ടോ നമ്മുടെ വേദി. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലെ അടുത്ത ഐറ്റം ദാ പിടിച്ചോ വേദിയിലെത്തുന്നു സുധീഷ് പുനലൂർ, ബിജു വർഗീസ് ആൻഡ് ദീപ്തി. ലോകത്തിൽ ഒരു പെണ്ണിനും ഇങ്ങനൊരു വിധി കൊടുക്കരുത്. എന്താണെന്നറിയാവോ, ഞാൻ സ്വയം മേടിച്ചു കൂട്ടിയ വിധിയാണിതേ. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവൂല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാവും, നമ്മളെല്ലാരും നേരം വെളുത്ത് അന്ത്യോളം കുടുംബത്തിടന്ന് പണിയോട് പണിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അടിച്ചു വാരണം, തുണി അലക്കണം, പാത്രം കഴുകണം. ഇനിയിപ്പോ സ്കൂൾ പറഞ്ഞോണ്ട് പിള്ളേരെല്ലാം ഒരുക്കി കെട്ടി കോടതിയിലേക്കും വിടണം, അങ്ങനെ കുളിച്ചൊരിപ്പിച്ച് സ്കൂളിലോട്ടും വിടണം അല്ലേ? അങ്ങനെയല്ലല്ല, തിരിഞ്ഞു പോയല്ല. അതാണ് തലക്ക് വെളിവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഇതും കൂടി തൂത്ത് വാരി കഴിഞ്ഞ് എന്റെ സകല പണി കഴിഞ്ഞില്ല, തുടങ്ങാൻ പോയുള്ളു. എന്തൊരു കഷ്ടവും നോക്കൂ ഭഗവാൻ. ഇനി 10-200 ഈർക്കില് ഞാൻ ഇവിടെ കിടന്ന് പിറക്കി വാരി ചൂല് കെട്ടിട്ട് എപ്പ തൂത്തു വരാനാ? ഞാൻ ഇവിടെ കിടന്ന് ഈ കാണിക്കണ വല്ലോ കാണുകയും കേൾക്കുകയും ചെയ്യണുണ്ടെന്നൊക്കെ മൂടി പൊതച്ചോണ്ട് അവിടെ ഇരിക്കണേ. ചേട്ടാ, നിങ്ങൾക്ക് എന്തുന്നാ ചെയ്യണത്? എന്താന്ന്? ചേട്ടാ നിസ എടി പൊട്ടിക്കാളി, അതല്ലെന്ന് എനിക്ക് ഭയങ്കര പനി. ഒന്ന് തൊട്ട് നോക്ക്. തൊട്ടൊക്കെ നിങ്ങളെന്താ അച്ചാറാ? തൊട്ട് നോക്കാനല്ല പറഞ്ഞു, തൊട്ട് നോക്കായി. ഈ കഷത്ത് വെക്കണ സാധനം ഉണ്ടാ? കോടയില്ല, അവിടെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരാം. കൊടയല്ല, നീ ഡോക്ടർമാരൊക്കെ പനി ഉണ്ടാന്ന് നോക്കൂല കഷത്ത് വെച്ച്. തെർമോക്കോളല്ലേ? മറ്റേ മീറ്റർ. തെർമോമീറ്റർ. അതുണ്ടാ? ചിലപ്പോ എനിക്ക് എന്നെ പനി ഉണ്ടാന്ന് നോക്കിയൊന്ന്. പനിയില്ലല്ലോ. ഇന്ത്യയിൽ ആർക്കും ഇല്ലാത്തൊരു വെറൈറ്റി പനിയാണ് എനിക്ക് പിടിച്ചേക്കണ. അറിയാ? വെറൈറ്റി പനി. കള്ളപ്പന്നി. കള്ളപ്പനിയാണെന്ന് പറഞ്ഞത്. അതല്ല, വെറൈറ്റി പനി. ഇന്ത്യയിൽ ഒരു മനുഷ്യനും ഇങ്ങനത്തെ പനി വന്നിട്ടില്ല. അത് ചിലപ്പോ ശരിയായിരിക്കോട്ടാ. ഈ നാട്ടിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു പനി ആർക്കും വന്നിട്ടുണ്ടാവില്ല. എന്റെ കെട്ടിയന് മാത്രമേ വരുള്ളൂ. അതാണ് പേടിപ്പനി. നീ ആരുടെ സംസാരിക്കണത്? കേരളത്തിലെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു അഡ്വക്കേറ്റ് സുമേഷ് വാളൂരാന്റെ അടുത്താണ് അവളുടെ ഈ സംസാരം. ഞാൻ ആരാണെന്നറിയാം? കോടതിയിൽ ഞാൻ ഘോരം നിനക്ക് അറിഞ്ഞൂടെ തന്നെ. കോടതി കിടന്ന് കോരിയതൊക്കെ ഇവിടെ പറഞ്ഞ ആണുങ്ങളുടെ വലിയ കാര്യം. കോടതി കിടന്ന് കോരിയല്ല പറഞ്ഞത്, കോടതിയിൽ ഘോരം ബാധിച്ചവനാണ് ഞാൻ അറിയാം. എനിക്ക് നാളെ രാവിലെ ഒരു കേസുണ്ട്, പ്രമാദമായ ഒരു കേസാണ്. അതിന്റെ വിധിയാണ് നാളെ. ലോകത്തൊരു വക്കീലിനും ഈ വിധി വരുത്തരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. അളിയാ, പെട്ടുപോയി, സത്യം പെട്ടുപോയി. സുപ്രസിദ്ധ ഗുണ്ട മുള്ളംപന്നി പപ്പൻ. 5 പൈസ ഇല്ല, മുറിബീടി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടില്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണമെന്ന് അറിയാൻ നാട്ടുകാരെ കൂടി ഇങ്ങനെ ഇരിക്കണം കാണിക്കണം. അതല്ല, നോക്കി നിന്നപ്പോ ക്ലിച്ചോന്നൊരു സൗണ്ട്, ഇതിനകത്ത് 50,000 ക്രെഡിറ്റ് ആയി. കാശ് കിട്ടി 50,000 രൂപ. ആരാ പൈസയെന്ന് നമ്മൾ നോക്കിയില്ല. ഇവളെ വിളിച്ചോണ്ട് ഒരൊറ്റ പോക്ക് ഉള്ള കടയൊക്കെ കയറി ഇറങ്ങിയുള്ള ചായയും ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നോമ്പെന്ന് പറഞ്ഞ ഇവള് നിന്നും ഇരുന്നും കിടന്ന് 7 കുഴിമന്തിയാണ് അളിയാ തിന്നത്. 7 കുഴിമന്തി അറിയാ. അവസാനം ദൃശ്യം 3യും കണ്ട് വീട്ടിൽ വരുമ്പോ 22 രൂപ 50 പൈസ ബാലൻസ്. എന്ന് കിടന്ന് അന്തസ്സായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ ഒരു കോള് വരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തപ്പോ ആരെന്നറിയാം? പ്രസിദ്ധ ഗുണ്ട മറ്റേ പപ്പന്റെ ശിഷ്യന്മാര് വിളിക്കുന്നു. നമ്മൾ അന്ന് 25 വെട്ടുകേസുമായിട്ട് ജയിലിൽ കിടക്കണമെന്ന് ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞു. പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അവന്മാര് തിരിച്ചു പറയാണ്, പറ്റൂലെങ്കിൽ ഇന്നലെ വാങ്ങിച്ച 50,000 തിരിച്ചു തരാം കേട്ടാ. അവന്മാരാണ് പൈസ കിട്ടുന്നത്, തിന്ന് തീർക്കുകയും ചെയ്ത ആ പൈസ. കേസ് എടുത്തോളാന്ന് പറഞ്ഞ് കേസിന് കൈ അങ്ങ് കൊടുത്ത്. അന്ന് തുടങ്ങിയ വിധിയാണ്. നാളെയാണ് ഇതിന്റെ അന്തിമ വിധി. ഈ കേസെങ്ങാനും ഞാൻ തോറ്റ പപ്പന്റെ ഗുണ്ടകൾ എന്നെ വെട്ടും, ഉറപ്പാണ്. എനിക്ക് കേസിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് ടെൻഷൻ. എന്റെ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ എടുത്ത് വായുളകിട്ട് എന്താ കാര്യം? വിഷമിക്കല്ലേന്ന് കണ്ടാ, ഇത്രയും ടെൻഷന്റെ ഇടയിലും ഇവളെ പോലുള്ളവർ ഒരു മനസ്സമാധാനം തരുന്നില്ലേടി? മതിയടി. നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോണേ. സത്യം? റിയലി? ലാലി ലാലി ലേ ലാലി ലാലി ലേലോ മലരൊളി. നാളത്തെ കേസ് തോറ്റാലും കുഴപ്പമില്ല. ഇനി തൊട്ടിൽ വായിക്കണ കാര്യങ്ങൾ വായിക്കണം, കരിവളം വായിക്കണം, കൊച്ചുവളം വായിക്കണം. ഈ സമയത്ത് നിനക്കിപ്പോ എന്തോ വേണം? സന്തോഷമായി. ഏട്ടന് സന്തോഷമായി. ഈ സമയത്ത് അങ്ങനെ ചാടിക്കൂടാ. 10-10 മണിക്ക് എന്താ കുഴപ്പം ചാടിയാലും? 10-10 മണിക്കല്ല, ഈ സമയത്ത് അങ്ങനെ ചാടിക്കൂടാ. ശരീരം നോക്കണം, പോഷകാഹാരങ്ങൾ കഴിക്കണം. നിനക്ക് മസാല ദോശ വേണോ, പച്ചമാക വേണോ? പറഞ്ഞ എന്ത് മാറ്റോട്ട്? എനിക്കിതൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ഇങ്ങനെയൊക്കെ പറയണം? നീ പറഞ്ഞില്ല അതിഥി വരുമെന്ന്. അത് എന്റെ ആങ്ങളോ ഓമനക്കുട്ടമ്മനുണ്ട്. എന്റെ ആങ്ങളോ ഓമനക്കുട്ടമ്മൻ എന്നാ പറഞ്ഞ. അതിന് നിങ്ങൾ ഇത്ര കാർക്ക്
ചൂപ്പണെന്താ നിങ്ങളുടെ മുഖം പാടിയല്ല അങ്ങോട്ട്? പിന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൽ വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടൂല കളിക്കാൻ. ഒന്നാമത് എനിക്ക് അവനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ആണുങ്ങളെ മോന്തയും പെണ്ണുങ്ങളെ പേരും ഓമന. അളിയാ കുളി എന്താ പറഞ്ഞത്? അത് മനസ്സിലായി ഓളമാണെന്ന്. ഇങ്ങോട്ട് ഇറങ്ങിയതാവട്ടെ. ഇങ്ങോട്ട് വാ. എനിക്കറിയാൻ മേലാഞ്ഞോട്ട് ചോദിക്കാണ് ആങ്ങളുടെയും പെങ്ങളുടെ ഉദ്ദേശം എന്ത്? അയ്യോ എന്റെ മകളെ കണ്ടിട്ട് ഇങ്ങനെ സൗണ്ട് വരും. ഇത് കേൾക്കുന്നില്ല. ഇങ്ങനെ എന്തിനാക്കണത്? എന്റെ പെങ്ങളെ ആരെയും കണ്ണു വിട്ടാല് പെങ്ങളെ ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ എന്നോടിഷ്ടം കൂടെ ആർക്കാണ് ഇഷ്ടം? ഒരു ഇഷ്ടവും ഇല്ല. ഇറങ്ങിക്കൊള്ളാം വീട്ടിൽ നിന്ന്. കടക്ക് പുറത്ത് 10-15 മാസമായില്ല ഞാൻ ഈ വീട്ടിൽ വന്നിട്ട്. കഴിഞ്ഞ മാസം ഞാൻ വന്ന് ജംഗ്ഷനിൽ വന്നു. അളിയൻ പറഞ്ഞു ഈ വീട്ടിൽ കയറി ഞാൻ കയ്യും കാലും തല്ലി ഓടിക്കും. അത് ഞാൻ പറഞ്ഞു. എനിക്ക് അവനെ ഇഷ്ടമല്ല. കയ്യും കാലും തല്ലി ഓടിക്കും. അവള് പോയ കാര്യം എന്താണ്? നീ കൊണ്ടുവന്ന ചക്കയും മാങ്ങയും വാഴക്കയും മരിച്ചിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവരണ്ടേ? അതുകൊണ്ട് അവള് പോയി. എത്ര സ്നേഹം കൊണ്ടല്ല. ഞാൻ ഒരു കാര്യം പറട്ടെ. ഇവള് ഫോൺ വിളിച്ചപ്പോ ഞാൻ സത്യം പറഞ്ഞ നീറ്റിലിരിക്കുന്ന സമയമായിരുന്നു. ശകല ഓയിൽമെന്റ് വെച്ചാൽ ഇടാത്തത് എന്തുവാ? നീറ്റുന്ന സ്ഥലത്തല്ല. അതല്ല ഇവിടെ എല്ലാവർക്കും അറിയാലോ ഞാൻ ഭയങ്കര ഫേമസ് വള്ളം കളിക്കാരനാണെന്ന്. അറിഞ്ഞ അങ്ങനെയൊന്നുമല്ലല്ലോ. എന്താണ് അറിഞ്ഞത്? വള്ളം കളി നടത്തുന്ന സ്ഥലത്ത് അളിയനെ അടുപ്പിക്കൂല. ഈ ഇടയ്ക്ക് തുഴയ്ക്കൊരു അടിയങ്ങാനോ എന്തോ അങ്ങനെ എന്തെങ്കിലും. അത് നാട്ടുകാർ പറയുന്ന കരക്കമ്പി അല്ലേ? അതെ, എന്ത് കമ്പി ആയിക്കട്ടെ. ഈ അതൊന്നുമല്ല. ഇവിടുത്തെ നടക്കുന്ന സംഭവം അളിയനെ അറിഞ്ഞു. എന്തുവാ? 2 ദിവസം കൊണ്ട് ഞാൻ തീ തിന്നെയാണ്. അറിയാം. തീ തിന്ന അളി എന്തോ ഡ്രാഗൺ ആണ്. ഇറങ്ങി വെളിയിലിറങ്ങി. വെളിയിലിറങ്ങി. ഞാൻ പോകൂല. എന്തോടെയാ പറഞ്ഞത്? ചെവുക്കല് 2 അടി അടിച്ചെന്ന് ഞാൻ ക്ഷമിച്ചേനെ. അളിയൻ പറഞ്ഞ വാക്ക് എന്റെ നെഞ്ചിങ്ങനെ കീറി മുറിക്കണ്. എന്താ പറഞ്ഞ അവസാനം? അതിന്റെ മലയാളം പറ. ആണാമാനം ഇല്ലാത്തവനെ ഇറങ്ങി പോയ എന്റെ വീട്ടിൽ. പറഞ്ഞത് കേട്ടോ? ഇറങ്ങിപ്പോ ഓമന പോവുക. കരളിന്റെ കടലിന്റെ നൊമ്പരങ്ങൾ മുകിലായി അവനെ നിർത്താവൻ പോയി. ചൊറിച്ചിലല്ലടി, എനിക്ക് അലർജിയാണ് അവനെ കാണുമ്പോ. അറിയാം, അലർജിയാണ്. അവൻ പോയത് പോയി. ഇങ്ങ് വാ. നീ സഞ്ചി എടുക്കാൻ പോയായിരുന്നാ? പോയില്ലല്ലേ? ബാഗ് എടുക്കാൻ വേണ്ടി പോയതാ. ബാഗ് എടുക്കാൻ അഭിനയിച്ച് തള്ളിക്കൊണ്ട് അങ്ങോട്ട്. അത് ഞാൻ അങ്ങനെ എവിടെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ അഭിനയിച്ചുള്ളൂ. കണ്ടേ അടങ്ങുള്ളല്ലേ? അളിയും വലിയ കൊണ്ടല്ലേ എന്ത് പോയിക്കൊണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു വീഡിയോ സുപ്രസിദ്ധ വക്കീലിന്റെ മുഖത്തേക്ക് പറഞ്ഞ കേട്ടാ നിന്റെ അനിയൻ. എന്തുവാ വീഡിയോ ഉണ്ടെങ്കിൽ കൊടുക്കാൻ. അതിപ്പോ സാധാരണ അവൻ സിഗരറ്റ് അല്ലേ ചോദിക്കാറ്. ഇതിപ്പോ ഒരു സിഗരറ്റ് മേടിക്കാൻ പോലും നിങ്ങളുടെ കാശില്ലെന്ന് അവൻ അറിയാതാണ് വീഡിയോ വെച്ചിട്ടുണ്ടെ കൊടുങ്ങട്. നിങ്ങൾക്ക് അവന് ഇഷ്ടമല്ലെന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാം ചേട്ടാ. കുറെ നേരം ഞാനിവിടെ മിണ്ടാതെ നിൽക്കണം. എനിക്ക് ദേഷ്യം വരണ്ട. നോക്കോ, ഇഷ്ടമില്ലെന്ന് മാത്രം പറയല്ലേ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവളെടുത്ത് ഇഷ്ടമുള്ളതിനേക്കാളും എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് എന്തോ പോലെ ഇവിടെ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അളിയൻ വെളിയിലിറങ്ങ്. അളിയൻ വെളിയിലിറങ്ങുന്നു. എന്റെ ഈ പെങ്ങളെ അളിയന്റെ കയ്യെ പിടിച്ചാലും ഈ ബന്ധം എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ? അളി അതൊരു കഥയാണ്. പണ്ട് കാലങ്ങൾക്ക് മുമ്പ് ഒരു സൗണ്ട് കേട്ടല്ലോ. അതങ്ങനെയാണ്. പഴയ കഥ പറഞ്ഞ കൂടെ ഒരു അങ്ങനെ കേൾക്കൂ. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കഥയാണ്. അന്ന് വള്ളംകളിയുടെ കഥ. അളിയ
ചാമ്പയ്ക്ക ചുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ചാമ്പക്കച്ചുണ്ട നമ്മുടെ വെള്ളം, നമ്മുടെ വെള്ളം, നമ്മുടെ കുടുംബ വെള്ളം. കുടുംബവെള്ളം. അങ്ങനെ ചാമ്പയ്ക്ക ചുണ്ടെന്ന് പറഞ്ഞ വെള്ളം ഞങ്ങളുടെ അച്ഛൻ വള്ളത്തിന്റെ തുമ്പിൽ, ഞങ്ങളുടെ അച്ഛൻ. വള്ളത്തിന്റെ പിറകിലാരാ? ആരാ? എനിക്കങ്ങനെ അറിയാം. എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ. ആ അങ്ങനെ മത്സരം തുടങ്ങി. വേമ്പനാട്ട് കായലിൽ കുറെ വള്ളങ്ങളുണ്ട്. മത്സരം തുടങ്ങി. ഫിസിലടിച്ചതും കാണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി അളിയന്റെ അച്ഛൻ തോർത്തെടുത്ത് 3 കറക്ക് ദാ കിടക്കണ വെള്ളത്തിൽ. ആരുമില്ല രക്ഷിക്കാൻ. അവിടെയാണ് യഥാർത്ഥ ഹീറോ ജനിച്ചത്. ആരാ ജനിച്ചത്? ഞാൻ എടുത്തു ചാടി ഈ വെള്ളത്തിൽ നേരെ പൊക്കിയെടുത്ത് കരയെ കൊണ്ടങ്ങിട്ട് അവസാനം അച്ഛനെ കഴുകി എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അച്ഛൻ മരിക്കാൻ നേരം എന്റെ എന്തോ പറഞ്ഞെന്നറിയോ? പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു, മോനെ നിന്റെ പെങ്ങളെ എന്റെ മോന് കെട്ടിച്ചേർന്നു. ഫീലാവുന്നില്ലേ? ചെറുതായിട്ടായി. എടാ നിനക്ക് ചായ എടുക്കട്ടെ ഞാൻ? അയ്യോ ചായ വേണ്ട. ചായ എന്ന് പറഞ്ഞ എന്താണ്? എന്താണ്? തേയിലയിൽ നിക്കോട്ടിന്റെ അളവുണ്ട്. അത് നമ്മളെ ഭയങ്കരമായിട്ട് ദ്രോഹം ചെയ്യും. ഞാനേ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടുണ്ടോ അത് കൂടി ചേച്ചാ മതി. അളി ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ അളിയാ. അളിയ ഒരുപാട് കേസ് കിട്ടുണ്ടളിയാ എനിക്ക്. ചുമ്മാണ് എന്നും കോടതി പോണേ. ഒരു നമ്പർ ഒരു നമ്പർ കേട്ടോ? എന്തേട്ടാ പാപ്പന്റെ കേസ് വല്ലതും നോക്കിയാൽ നിന്നെ കൊല്ലും അവനെ കൊല്ലും. പെട്ടെന്ന് അവനെ പറഞ്ഞോടാ നോക്ക്. അളിയന് നല്ല പോയി പറഞ്ഞു പറയാം അങ്ങോട്ട്. അളിയന് നല്ല വിഷ്വലുണ്ട്. ഓ കേസ് നമ്പർ 325 ബാറൊക്കെ സർക്കാർ നിരോധിച്ചല്ലേ. നിനക്ക് മാറാൻ എന്താ വേണ്ട? ഞാൻ ഒരു കാര്യം പറയാം. അളിയനെ നേരത്തെ പറയാം. അമ്മ കഥയില്ലേ അത് വിഷ്വൽ ഇട്ടില്ല. 2 വള്ളം പണി. ഇങ്ങനത്തെ ഒരു വഞ്ചിപ്രാന്ത് മാറിയില്ലല്ലേ? ഇങ്ങനെ വഞ്ചികളൊക്കെ ഉണ്ടാക്കണം. കാരണം എന്തറിയോ, വരുമ്പോ കുറെ ബന്ധുക്കളുടെ കഥ പറയാം. എന്നെ ഒരു 2 ദിവസം കൂടെ നിർത്തണേ. ഇത് 2 ഒന്ന് കഴിവേക്കണേ. പിന്നെ രാത്രി എന്തോ ഒരു കൈരി വേണ്ട. ഇത് കേട്ടോളാം. എന്താ ഇത് അടിപ്പാവാടേ? ഇതെവിടുന്ന പാവാട പെണ്ണുങ്ങളുടെ പാവാടയൊക്കെ? ഞാൻ രാത്രി കിടന്നിട്ട് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ മുണ്ടൊരിടത്ത് ഞാൻ ഒരിടത്തു. ഇപ്പൊ രാത്രി ഞാൻ പാവാട കെട്ടി കിടക്കണം. ഇതാവുമ്പോ കെട്ടിയാ എവിടെയും പോകത്തൂലാണ്. ഇങ്ങനെ കെട്ടിയങ്ങ് വെച്ചാ മതി. നീ ഇങ്ങനെ പെണ്ണുങ്ങളുടെ അടിപ്പാവടയും കെട്ടി നടന്നോടാ. നിന്റെ കൂട്ടുകാരന്മാരൊക്കെ കല്യാണം കഴിച്ച് 3, 4 പിള്ളേരായി. ഞങ്ങൾക്കറിയാം. സന്ധ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവസാനം അവിടെ കല്യാണമായി. ഞാൻ അറിഞ്ഞു നീ അവക്കടെ കല്യാണത്തിന് പോയി നാണയിലാണ്ട് തിന്നിട്ട് വന്നു. അവസാനമായിട്ട് ഒരു നിമിഷം അവളെ കാണാൻ വേണ്ടി ചെന്നതാ. ചെന്നപ്പോ താലി കെട്ടണ സമയം സങ്കടം വന്നില്ലയോ? ഞാനൊന്ന് പൊട്ടിക്കരയാൻ വേണ്ടി നേരെ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ ചെന്നപ്പോ 30 അവന്മാര് നിന്ന് പൊട്ടിക്കരയണം. അവള് തേച്ച 30 പേര്. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും നാൾ ഞാൻ സമൂഹ സദ്യയുടെ പിറകിലാണല്ലോ തൂക്കുപാത്രം തൂക്കിയിട്ടുണ്ട് നടന്നേന്ന്. അതോടെ പ്രേമവും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. പേടിക്കണ്ട. നാളെ നേരം വെളുത്ത് 10 മണി എന്ന് പറഞ്ഞ് അടിക്കുമ്പോ പപ്പൻ വെളിയിരിക്കും. പപ്പനെ വെളിയിൽ ഇറക്കിയിരിക്കും ഞാൻ. അതിനുള്ള എല്ലാ പോയിന്റും കള്ളത്തരങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സാക്ഷിമൊഴികളും എഴുതി വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ടിരി. എതിർ വക്കീലിന്റെ വാ തുറക്കാൻ ഞാൻ സമ്മതിക്കൂല. ധൈര്യമായിട്ടിരുന്നോ. ഞാനാണ് പറഞ്ഞത്. വാളൂരാൻ വക്കീലാണ് പറയണത്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അടി നമ്മൾ ഇന്നലെ ഒരു സാധനം ഇവിടെ എഴുതി വെച്ചില്ലേടി. മറ്റേ പപ്പ എന്നെ വെളി ഇറക്കണം. ആ ഒരു സംഭവം ഉണ്ട്. ജഡ്ജി വരെ വാ തുറന്നു പോകും. ധൈര്യമായിട്ടിരി. ഇതാണ് ഏട്ടാ. ഇത് ഇലക്ട്രിസിറ്റി ബില്ലല്ലേ? ഞാൻ മറ്റേ എഴുതി വെച്ച മറ്റേ കേസ് നമ്പർ ബാർ ആ ഒരു സാധനം. അതല്ലെന്ന്. അത് ഇൻഷുറൻസിന്റെ പേപ്പർ വണ്ടിയുടെ. ഈ IP ഈ കേസ് നമ്പർ എന്താന്നറിയാം? കേസ് നമ്പർ ബാർ 222 2022. ഞാൻ വിളിക്കാൻ കൊണ്ടേളിയാ. അതൊന്നുമല്ല. നിന്റെ അനിയൻ തണ്ട വേമനായിട്ട് കായലിട്ട് ഓട്ടിക്കണ ആ സാധനങ്ങൾ കണ്ടാതെ. എവിടെ പോണ്? ഇവിടെ വാ. ജീവിതമാണ് തകർത്തത്. നിനക്ക് മുള്ളമന്തി പപ്പനെ അറിഞ്ഞൂടല്ലേ? നിനക്ക് അറിഞ്ഞൂടല്ലേ? എനിക്കറിയാം മുള്ളമന്തി പപ്പ. സോറി, അറിയാതെ പറ്റിപ്പോയതാ. 10 മണി കഴിഞ്ഞാൽ ജീവിതം എല്ലാം തീർന്നു. 1970 ഒരു വള്ളം മുങ്ങിയ കഥ ഞാൻ പറയാം. വേണ്ടലിയാ, അതൊക്കെ പഴയ കഥയില്ലേ? 2026 ഒരുത്തനെ തുഴക്കടിച്ചു കൊല്ലണ ഒരു കഥ നമുക്ക് പറഞ്ഞാലോ? അങ്ങനെ സംഭവം ഉണ്ട്. പിന്നെ അവിടെ എന്തോ വള്ളംകളി എന്തോ നടക്കണം. നോക്കങ്ങോട്ട്. എവിടെ വള്ളംകളി നടക്കണ്? എവിടെ നടക്കണമെന്നാ?
ഒരളിയന്റെ വെള്ളത്തിൽ കുതിർന്നൊരു രോദനമാണ് നമ്മൾ കണ്ടത്. എന്തായാലും സ്കിറ്റിന്റെ അഭിപ്രായം നമുക്ക് നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. ബിജുക്കുട്ടൻ ചേട്ടാ, മീനാക്ഷി പറഞ്ഞതുപോലെ ഇത്തിരി കുതിർന്നു പോയോ എന്നൊരു സംശയമുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. അല്ല, കുറച്ച് തമാശയുടെ കുറവുണ്ടായി. എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മുടെ ദീപ്തിയും ബിജു ആയിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നത്. ക്യൂട്ടായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്ത്, പിന്നെ സുധീഷിൻ്റെ എൻട്രി കഴിഞ്ഞിട്ടുള്ള എൻട്രി, ആ വരവും പിന്നെ അതുപോലെ ആ വള്ളങ്ങളുടെ സംഭവം നല്ല ഓളമായിരുന്നത്. ദീപ്തിയും സുധീഷും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്നില്ലേ, അവിടെ മുതൽ അവസാനം വരെയും വലിഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് ദൈർഘ്യം കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഇനി മനഃപൂർവ്വം കൂട്ടിക്കളിച്ചാണോ, റിഹേഴ്സൽ ചെയ്യാത്ത സാധനങ്ങൾ ആഡ് ചെയ്തതാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണത്. ആവി പിടിച്ചിട്ട് ഇങ്ങനെ മാറ്റൂലേ, അത് കഴിഞ്ഞിട്ടുള്ള സരിഗമ പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനത്തിലൊക്കെ ഭയങ്കര രസമായിരുന്നു. ദീപ്തിയും നന്നായിരുന്നു, ബിജു നന്നായിരുന്നു. അങ്ങനെ കുറച്ച് കൗണ്ടറുകളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ട് കീറിയിടുന്നത് നമുക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ അതിനോട് അങ്ങോട്ട് യോജിച്ച് ചിരി വരാതിരുന്നതെന്ന് തോന്നുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ഗംഭീരമാക്കുക കേട്ടോ. ഈ ബാക്കി ഇവരോട് ചോദിക്കാം. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. യെസ്, നമുക്കിനി അവരോട് ചോദിക്കാം അല്ലേ. അസീസിക്ക പറയൂ. നിങ്ങൾ പവറായിരുന്നു, പക്ഷേ സ്കിറ്റിനകത്ത് എന്തൊക്കെയോ പാകപ്പിഴകൾ സംഭവിച്ചതുപോലൊരു ഫീല് ഞങ്ങൾക്ക് തോന്നി. കാരണം ഇപ്പോൾ ബിജുവണ്ണൻ പറഞ്ഞതുപോലെ ആ കേസിൻ്റെ ലോ ആൻഡ് ഓർഡർ ആ സാധനം ആ കീറുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ബിജു വരുന്നത് ഗുണ്ടകളെ പരിപാടിയായിട്ടല്ലേ വന്നത്, അതായിട്ട് വരുന്നതായിട്ട് തോന്നിയായിട്ട് നമുക്ക് തോന്നി. എന്തൊക്കെയോ ഒരു പാകപ്പിഴകൾ സംഭവിച്ചത്. കാരണം വെച്ചാൽ ഇവിടേക്ക് നമ്മളെ പത്തനംതിട്ടയിലെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കോമഡി കേട്ടാൽ പോലും ചിരിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് അവരിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർ ഇങ്ങനെ നോക്കും. അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളും ചിരിക്കും. എനിക്കും ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ ഒന്നും പറയാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് പറയുമെന്ന് എനിക്കൊരു. എന്തായാലും അടുത്ത പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അസീസിക്ക. നസീറിക്ക, ഇതിൽ സത്യത്തിൽ രണ്ട് കഥയാണ്. ഒന്ന്, ആ വക്കീലിൻ്റെ ആ ഗുണ്ടകളുടെ കേസ് ജയിപ്പിക്കുക, അതിൽ തോറ്റു കഴിഞ്ഞാൽ ആ ഒരു വിഷയം ഉണ്ടാകുമെന്നുള്ള ഒരു സാധനം, ആ സ്പിരിറ്റ് നല്ലൊരു രീതിയിലാണ് നിൽക്കുന്നത്. രണ്ടാമത് വരുന്ന ക്യാരക്ടർ ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. വള്ളംകളിയുടെ ക്രൈസുള്ള ഒരളിയൻ വീട്ടിലേക്ക് വരുന്നു. ആ പുള്ളിക്ക് അവിടെ ഇടിച്ചു കയറി ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം താമസിക്കണം എന്നുള്ള അങ്ങനെ രണ്ട് കഥയാണ്. ഇത് അഡ്വക്കേറ്റിൻ്റെ കഥ അത് നല്ല രസത്തിൽ പഞ്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പാർട്ടി വന്നപ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ സാധനം ഒന്ന് ചളുങ്ങി വന്നത്. എന്ന് ക്യാരക്ടറേ അല്ല പറഞ്ഞത്, ആ ക്യാരക്ടർ നല്ല വൃത്തിയായിട്ട് ചെയ്തു. ആ കഥയിലെ ക്യാരക്ടർ വന്നപ്പോഴാണ് ഇതുമായിട്ട് ഒരു ചേരാഴിക നമുക്ക് ഫീൽ ചെയ്തതും കുറേ ലാഗുകൾ അവിടെയൊക്കെയാണ് വന്നത്. നിങ്ങളുടെ ഭാഗം നിങ്ങൾ വൃത്തിയായിട്ട് അത് ചെയ്ത് മാറ്റി, പക്ഷേ ചിരിക്കാനുള്ള സാധനങ്ങളുടെ കുറവ് അവിടെ എല്ലാം ഫീൽ ചെയ്തു. അത്രയും ഭാഗത്താണ് കേട്ടോ. പിന്നെ മറ്റേ സാധനം എടുത്ത് കീറുമ്പോഴേ തന്നെ ക്ലൈമാക്സ് അതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് സാധനത്തിൽ കണ്ടിട്ടുണ്ടല്ലോ, മെയിൻ സാധനങ്ങൾ എടുത്ത് കത്തിച്ച് കളയുന്ന ഇതേപോലെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് വിജയ് ഔട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇത് കീറാനും കത്തിക്കാനും ബോട്ട് ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻ ഇട്ട് തരിക എന്ന് നമുക്ക് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ആ മാറി നിന്നത്. അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു. വേറെ ഒരു അളിയൻ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു അളിയനായിട്ട് വന്നാലും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടുപ്പിച്ച് കൊണ്ടുവരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ. പിന്നെ കാര്യം ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നല്ല രസമാണ്, അവിടെയൊക്കെ നല്ല ബ്യൂട്ടി ആയിട്ട് കൊണ്ടുപോയി. സുധീഷിൻ്റെ പ്രശ്നമല്ല, ആ ക്യാരക്ടർ ആ ഒരു സാധനം അവിടെ ഏച്ച് കിട്ടിയ പോലെ ഫീൽ ചെയ്തു, അത്രയേ ഉള്ളൂ. അത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരെണ്ണം തന്നായാൽ ചിലപ്പോൾ ഒരെണ്ണത്തിൽ പോരായികൾ വരും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന സാധനം നമുക്ക് അടുത്തിന് പിടിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്ക് എന്തായാലും ഇനി മാർക്സിലേക്ക് കടക്കാം അല്ലേ. നമുക്ക് അസീസിക്ക് തുടങ്ങാം. ഒരു 10 രൂപ. 10,000 രൂപ. ബിജുക്കുട്ടൻ ചേട്ടനോ? ഞാനും ഒരു 10,000 രൂപ. ഓക്കെ, 20,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഫൈനൽ അറിയാനായിട്ട് നമുക്ക് നസീറിക്ക എടുത്ത് ചോദിക്കാം. 25,000 രൂപയാണ് ഈ ഒരു സ്കിറ്റ് നേടിയിരിക്കുന്നത്. നമുക്ക് അടുത്ത തവണ നേടാൻ നമ്മൾ പഞ്ചൊക്കെ നേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ വൺസ് അഗൈൻ ഒരു പവർഫുൾ സ്കിറ്റൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഒരുപാടധികം കോമഡികൾ ഇങ്ങനെ കുത്തി നിറച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുവരേക്കും വണക്കം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു, എൻ്റെ വയറ് വേദനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ്? കാര്യക്കാര് ഹാപ്പി അല്ലേ? അപ്പൊ വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഏതാഴ്ച വരെ ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് കോമഡി ഇതായി.